അതാണിന്ന് പ്രധാനമായും നടന്നത്. പ്രൊസീജിയർ ഞങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ ഇവർ 5 പ്രതികളും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റൂമിൽ വെച്ച് ഇവരെ വിളിച്ചു വരുത്തി റെക്കോർഡ് ചെയ്യുകയാണ്. ഇവർ 5 പേർ തന്നെയാണോ നിങ്ങളെ ആക്രമിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു. ഞങ്ങൾ 3 പേരും ഇവർ 5 പേരെയും തിരിച്ചറിയുകയും ഇവർ തന്നെയാണ് ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്തതെന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ കോടതിയിൽ ഈ കേസ് പരിഗണിച്ച സമയത്ത് അന്ന് പറഞ്ഞിരുന്നത് നിങ്ങളെ തല്ലിയ ലാത്തി അത് ഇവർ സറണ്ടർ ചെയ്തിരുന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഇതുവരെ SITക്ക് അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രതിഭാഗം കോടതിയിൽ കള്ളം പറഞ്ഞതാണ്. തീർച്ചയായും അത് പ്രതിഭാഗം പറയുന്നത് നിരന്തരമായി കള്ളമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ട് ഇത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ കോടതി പെരുമാറിയതും നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ഇത് പൂർണ്ണമായും അട്ടിമറിക്കാനുള്ളൊരു ശ്രമം പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് പറയുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, അത് യാഥാർത്ഥ്യമായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ഇതിലാരാണ് തലയ്ക്കടിച്ചതെന്ന് പ്രത്യേകം ചോദിച്ച് തിരിച്ചറിഞ്ഞിരുന്നു? തലയ്ക്കടിച്ചത് ഇതിലാരാണെന്നുള്ളത് പ്രത്യേകം ചോദിച്ചിരുന്നു. ആൾക്കാരെ തിരിച്ചറിഞ്ഞതോടൊപ്പം അത് കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അജയ്. ഒരു കാര്യം, ഈ കോടതി ഈ പ്രതിഭാഗം പറഞ്ഞത് അതുപോലെ വിശ്വസിച്ച് ജഡ്ജ്മെൻറ്റിൽ എഴുതി വെക്കുകയും ചെയ്തു. പക്ഷേ ആ ലാത്തി പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായും അതിൽ ചില അവ്യക്തതകളും ഒരു ആശയക്കുഴപ്പമൊക്കെ ഇല്ലേ? ഈ കേസിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ 2 പ്രതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് റിക്കവറി നടത്തി എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. റെഫർ ചാർജിൽ പോലും റിക്കവറി നടത്തി എന്നുള്ള പറഞ്ഞിട്ടില്ല. അതായത് ലാത്തി കണ്ടെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പറയപ്പെടുന്നത് കോടതിയിൽ വെച്ച് പ്രതിഭാഗമാണ് പറയപ്പെടുന്നത്. അത് റിട്ടേണായിട്ട് എഴുതി കൊടുത്തിട്ടുമില്ല. ബെയിൽ ആപ്ലിക്കേഷനിൽ റിട്ടേണായിട്ട് അവർ എഴുതി കൊടുത്തിട്ടുമില്ല. എന്നിട്ട് അവർ പറയുന്ന വാദമുഖം ബഹുമാനപ്പെട്ട കോടതി വിശ്വസിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് റിക്കവറി വരെ നടത്തിയതാണ്, പിന്നെ എന്തിൻ്റെ ആവശ്യത്തിലാണ് ജാമ്യം കൊടുക്കേണ്ടത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് എഴുതി വച്ചിരിക്കുന്നത്. അത് കോടതി പരിശോധിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ കോടതിയുടെ ആ